അങ്കിളെ, ഇത് വല്ലാത്തൊരു പ്രശ്നമായിരിക്കാണല്ലോ. നിങ്ങൾ ടെൻഷൻ ആവണ്ട, നമുക്ക് സംസാരിക്കാം. അവളെവിടെ? അച്ഛന്റെ മുറിക്കാര് കഥ അടച്ചിരിക്കുക. സിദ്ധു, താൻ പറഞ്ഞതൊന്നും അവൾ അനുസരിക്കുന്നില്ലേ? വല്ലാത്ത ദേഷ്യത്തിലെ പെരുമാറ്റം. കയ്യിൽ കത്തിയെടുത്ത് വെല്ലുവിളിയായിട്ടാ നിൽക്കുന്നത്. അടുത്ത കൈഞ്ഞരമ്പ് മുറിക്കുന്നാ പറയുന്നത്. അതൊക്കെ കാര്യം നേടാനുള്ള അടവാ. ഹരിയേട്ടൻ ആദ്യം ഒന്ന് സംസാരിക്കുക. അവള് ഭീഷണിയുമായിട്ട് തന്നെ നിൽക്കുവാണെങ്കിൽ അടുത്ത നീക്കം എന്തു വേണോന്ന് ഹരിയേട്ടൻ പറഞ്ഞാൽ മതി, അതുപോലെ ചെയ്യാം. സിദ്ധുവാണ് അവളുടെ അച്ഛനെന്നുള്ള സ്റ്റാൻഡിൽ അവൾ ഉറച്ചു നിൽക്കുകയാണല്ലേ? അവളോട് പറയാവുന്ന രീതിക്കൊക്കെ പറഞ്ഞു നോക്കി, പക്ഷെ തലയെ കയറുന്നില്ല. വീട്ടിലും തോന്നിയ പാടാ അവളുടെ ജീവിതം. സിദ്ധു, തന്നെ വന്നേ. എന്താ ഹരിയേട്ടാ? വന്നേ പറയാം. ഒരു മിനിറ്റ് പ്രഭേ. എന്താ ഹരിയേട്ടാ? ഞാനിത് അങ്ങോട്ടാ ചോദിക്കേണ്ടത്. എന്താ ഇതൊക്കെ? എന്താ? എന്നെ സംബന്ധിച്ച് കാര്യങ്ങളൊന്നും വ്യക്തമല്ല. യാത്രയിലായിരുന്നതുകൊണ്ട് വാർത്തകളൊന്നും കൃത്യമായി ഫോളോ ചെയ്യാനും പറ്റിയില്ല. ആദ്യമൊക്കെ കരുതിയിരുന്നത് രാഷ്ട്രീയ ശത്രുത കാരണം ആരോ തന്നെ കരിവാരിത്തേക്കാൻ നോക്കുകയാണെന്നാണ്. സിദ്ധു അന്ന് എൻ്റെ മുന്നിൽ ചില കാര്യങ്ങൾ സമ്മതിച്ചിരുന്നു. എന്നാൽ ഒന്നും പൂർണ്ണമായി വെളിപ്പെടുത്തിയിട്ടുമില്ല. കുറച്ച് സമയം വേണമെന്നൊക്കെ പറഞ്ഞു. സിദ്ധു, ഇതാണ് ആ സമയം. ആദ്യം ആ തനുജയുടെ അച്ഛൻ ആരാണെന്ന് താൻ പറ. അതാരോ ആയിക്കോട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. അതാണ് വിഷയം. താനല്ല ഉത്തരവാദിയെന്ന് താൻ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല. തനിക്ക് വേണ്ടി ആ കുട്ടിയോട് സംസാരിക്കാൻ പോകുന്ന ഞാനും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഒരു സംശയം അങ്ങനെ ബാക്കി കിടക്കും. നോക്ക്, രഹസ്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ കൊണ്ടല്ല ഞാനിതൊക്കെ ചോദിക്കുന്നത്. തന്നെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ ക്ലിയറാക്കാൻ കൂടി വേണ്ടിയാ. സിധു, താൻ ഇനിയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഒന്നും നേരാവണ്ണം ആവില്ല. ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ക്രിമിനൽ മൈൻഡുള്ള ആളാണ് ആ തനുജ. അവൾ എന്തും ചെയ്യും. അവളിൽ നിന്ന് തനിക്ക് ഈ കുടുംബത്തിനും ഒരു രക്ഷ വേണ്ടേ? അവൾ ആരുടെ മകളാണെന്ന് താൻ പറഞ്ഞു എന്ന് കരുതി ഞാനത് ആരോടും വിളിച്ചു പറയാനൊന്നും പോകുന്നില്ല. തനിക്ക് അവളുടെ മാതാപിതാക്കളെ പറ്റി എന്തെങ്കിലും അറിയാവോ? കള്ളം പറയരുത് എന്നോട്. അറിയാം. എങ്കിൽ പറ, ആ തനുജയുടെ അച്ഛൻ ആരാണെന്ന്. ബലരാമൻ. ആ കുട്ടിയുടെ അച്ഛൻ ബലരാമനാ ഹരിയേട്ടാ. സിദ്ധു, ഞാനൊരു സത്യം പറയട്ടെ. എന്താ? മുൻപേ തന്നെ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. ഈ കഥയിൽ ബലരാമൻ ഒരു പ്രധാന കണ്ണിയായിരിക്കുമെന്ന്. വെറുതെ ഒരു തോന്നൽ. എന്തായാലും ആളിനെ അറിഞ്ഞല്ലോ. എന്നാ കാര്യങ്ങൾ പൂർണ്ണമായി തന്നെ പറയാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.